കഴിഞ്ഞ രണ്ടാമത്തെ ആയത്തിന്റെ അനുബന്ധമായി കൊണ്ടിത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാ? അവിടെ പറഞ്ഞത് വ്യഭിചാരികൾക്ക് എന്താണ് ശിക്ഷ എന്ന് ഖുർആൻ അവിവാഹിതരായ ആളുകളെ കുറിച്ച് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, അല്ലേ? വിവാഹിതരായ ആളുകളാണെങ്കിലോ എറിഞ്ഞുകൊല്ലലുമാണ് എന്ന്. അതിൻ്റെ ഒരു അനുബന്ധമായി കൊണ്ടാണ് ഈ വിഷയം പറയേണ്ടി വന്നത്. ഇതും ഗുരുതരമാണ്. ഇതിനുള്ള ശിക്ഷ എന്താണ് പണ്ഡിത ലോകത്ത് ഈ വിധത്തിലുള്ള സ്വവർഗരതി നടത്തുന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്താണ്? അതിന് ശിക്ഷയുണ്ടോ? ഉണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു ഇത് കൊന്നുകളയൽ തന്നെയാണ് അതിൻ്റെയും ശിക്ഷ. ഒരു ഭാഗം പണ്ഡിതന്മാരതാണ് പറഞ്ഞത്, കൊന്നുകളയണം. അതിന് വിധേയനായവൻ, അത് ചെയ്തവൻ, വിവാഹിതനാവട്ടെ അവിവാഹിതനാവട്ടെ ആരാവട്ടെ, ചെയ്തവനെയും ചെയ്യപ്പെട്ടവനെയും അതിന് നിന്നുകൊടുത്തവനെയും ഒക്കെ കൊല്ലണം എന്നുള്ളതാണ് നിയമം. ഒരു വിഭാഗം പണ്ഡിതന്മാർ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ഹൻബലി മദ്ഹബിലെ പല പണ്ഡിതന്മാരും ഈ വിഷയത്തിൽ സ്വഹാബത്തിന്റെ ഇജ്മാഉണ്ട് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഈ രൂപത്തിൽ ലിവാത്ത് എന്ന് പറയുന്ന ഈ സ്വവർഗരതി നടത്തുന്നവർക്ക് കൊല്ലൽ തന്നെയാണ് അവർക്കുമുള്ള ശിക്ഷ, അവരെയും കൊല്ലൽ തന്നെയാണ് ശിക്ഷ എന്ന് ഒക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇവരിങ്ങനെ എല്ലാവരും കൊല്ലാൻ നടക്കുകയാണ്. ഇതൊക്കെ ഈ നിയമങ്ങളൊക്കെ എപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർക്കണം. ഈ കൽപ്പന, അടിക്കാൻ പറഞ്ഞ കൽപ്പന, കൈവെട്ട് കൽപ്പന, അതുപോലെ അതൊക്കെ ഭരണകൂടം ഇസ്ലാമിക ഗവൺമെന്റുള്ളയിടത്ത് ഇസ്ലാമിക ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഒരാൾക്കും അത് കയ്യിലെടുക്കാൻ പറ്റൂല, ഒരാൾക്കും അത് ചെയ്യാൻ പാടില്ല, ഒരാൾക്കും അത് നടപ്പിലാക്കാൻ അധികാരമില്ല. അത് അതിന് പ്രത്യേകമായ അധികാരം ഇസ്ലാമികമായ കൃത്യമായ നിലക്കൊക്കെ അറിയപ്പെട്ടിട്ടുള്ള ആ അധികാരമുള്ളയിടത്തുള്ള ഖാദിമാരോട്, ഭരണകൂടത്തോടുള്ള കൽപ്പനയാണത്. അത് നമ്മൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ചിലരൊക്കെ സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് കണ്ടോ ഇതാണിത്, ഇതുകൊണ്ടാണ് ഞങ്ങൾ LGBTQ ഇങ്ങനെ സംഘടിച്ച് നിൽക്കണത്, ഇവർ കൊല്ലണം എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത്. നമ്മളവിടെ ആരെയും കൊല്ലണം എന്നല്ല പറയുന്നത്. ഇസ്ലാമികമായിട്ട് അതിൻ്റെ നിയമം എന്ത്, അവിടെ എന്താണ് ഇസ്ലാം പണ്ഡിത ലോകം പറഞ്ഞിട്ടുള്ളത്? അല്ലാതെ അവിടെ ദുന്യാവിൽ ഇവിടെ ആർക്കും എന്തൊക്കെ ചെയ്യാം, അതിനൊന്നും ഇവിടെ ആർക്കും യാതൊരു വിധത്തിലുള്ള എതിർപ്പുണ്ടാവില്ല. അത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടങ്ങളൊക്കെ പ്രവർത്തിക്കാലോ. പക്ഷെ ഇസ്ലാമിക നിയമം ആ വിഷയത്തിൽ എന്താണ്? അതൊരു ക്രൂരതയാണോ? അവിടെയാണ് നമ്മൾ കൃത്യമായി തന്നെ പരിശോധിക്കേണ്ടത്. ആരുടെയും മനുഷ്യന്റെ അവകാശത്തെ ലംഘിക്കല്ല. എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് കൈവീശാൻ സ്വാതന്ത്ര്യമുണ്ട്. കൈവീശാൻ സ്വാതന്ത്ര്യം കൊണ്ട് വേറൊരുത്തൻ്റെ മൂക്ക് മുട്ടോളം മാത്രമേ എൻ്റെ കൈ വീശാൻ സ്വാതന്ത്ര്യമുള്ളൂ. എൻ്റെ കൈയാണ് ഞാൻ വീശു എന്ന് പറഞ്ഞാൽ വേറൊരുത്തൻ്റെ മൂക്കുമ്പോൾ മുട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുള്ളൂ. ഇതേപോലെ എൻ്റെ ആഗ്രഹമാണ് ഞാൻ നടത്തുന്നു പറയാൻ, നിങ്ങളുടെ ഒരാളുടെ കുറച്ച് ആളുകളുടെ താല്പര്യം നടത്തിയിട്ട് ഒരു സമൂഹത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾക്കിവിടെ അസഹനീയമായ പരീക്ഷണങ്ങളും മാറാവ്യാധികളും ഉണ്ടാവുകയാണെങ്കിൽ അത് തടയിടപ്പെടേണ്ടതല്ലേ? അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? കൊലപാതകം തന്നെയാണ്, വ്യഭിചാരത്തിൻ്റെ അതേ ശിക്ഷ തന്നെയാണ് ഇതിനും ഉള്ളത്. വിവാഹിതരായെങ്കിലും ഒക്കെ പിന്നെ ഈ രൂപത്തിൽ തന്നെയാണ്, കൊന്നുകളയണം. ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആരെങ്കിലും ഈ രൂപത്തിലുള്ള സമ്പ്രദായങ്ങൾ നിർവഹിക്കുന്നുവെങ്കിൽ, അഥവാ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയുടെ പ്രവൃത്തി ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ, അതെന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ആനൽ സെക്സ് ആണ് എന്ന് പറഞ്ഞാൽ പിൻദ്വാരത്തിലൂടെയുള്ള ആ രീതിയാണ്. ഫഖ്തുലുൽ ഫാഇല വൽ മഫൂല ബിഹി, അത് ചെയ്തവനെയും അതിന് വിധേയമായവനെയും കൊന്നുകളയണം എന്ന കൽപ്പനയാണ് ഗവൺമെന്റിനോടുള്ളത്. വേറെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് വ്യഭിചാരത്തിന്റെ അതേ ശിക്ഷ തന്നെയാണ്. അഥവാ അവിവാഹിതരാണെങ്കിൽ അടിക്കുക, 100 അടി അടിക്കുക, വിവാഹിതരാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക. അങ്ങനെ അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണം അപ്രകാരമാണ്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നത് ആ വിഷയത്തിൽ നിർണയിക്കപ്പെട്ട ഒരു ശിക്ഷ രീതിയില്ല, ഗവൺമെന്റിന് തീരുമാനിക്കാവുന്ന, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ തഅ്സീർ എന്ന് പറയുന്ന എന്താണോ യുക്തമായ നിലക്ക് അവർക്ക് സ്വീകരിക്കേണ്ട ശിക്ഷയെങ്കിൽ ആ രീതി സ്വീകരിക്കാവുന്ന ഒരു വകുപ്പാണിത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇതേ വിധി തന്നെയാണ് സഹോദരങ്ങളെ പെണ്ണും തമ്മിലുള്ള ആ പ്രവർത്തനവും, മൃഗങ്ങളുമായി ഭോഗിക്കുന്ന ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെയും ശിക്ഷ ഇസ്ലാമിലുണ്ട്. പക്ഷേ അത് രണ്ടിനും ഇസ്ലാം എന്തു പറഞ്ഞിട്ടില്ല? ആ രൂപത്തിൽ സ്ത്രീയും തമ്മിലുള്ളതും അതുപോലെ തന്നെ മൃഗഭോഗത്തെ സംബന്ധിച്ചുമുള്ളതിൽ ഈ രൂപത്തിൽ ഗവൺമെന്റിന് എന്താണെങ്കിൽ കാലികമായ നിലക്കുള്ള വിധി ഒരു ഇസ്ലാമിക ജഡ്ജിക്ക് അത് വിധിക്കാനും എന്താണോ ശിക്ഷ നൽകേണ്ടത് അത് തീരുമാനിക്കുവാനും അവർക്ക് അവകാശമുണ്ട്. അഥവാ അത് തഅ്സീർ നിശ്ചയിക്കേണ്ടുന്ന വകുപ്പിലാണ് പെടുന്നത് എന്നുള്ളതാണ് ആ വിഷയത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് കഴിഞ്ഞ നമ്മുടെ ആയത്തുമായിട്ട് ഇപ്പം ഇത്രയും നേരം പറഞ്ഞതുമായിട്ടുള്ള ബന്ധം.
അവിടെ പറഞ്ഞ അതേ ശിക്ഷകൾ ഈ രൂപത്തിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അവരുടെ കാര്യത്തിൽ എന്താണ്? ഇത് മനസ്സിലാക്കുവാൻ ഉപയുക്തമായ കാര്യങ്ങൾ കൂടിയാണെന്ന് വിശദീകരിച്ചത്.